أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتكم إن آتاكم عذاب الله آتتكم الساعة أغير الله تدعون إن كنتم صادقين. വിശ്വാസികളെ, സഹോദരൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസികളായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുക. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവന്റെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ നേരിടുമ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും വളരെ ആത്മാർത്ഥമായി ഒഴിഞ്ഞിരുന്ന് തൻ്റെ മനസ്സിലുള്ള നൊമ്പരങ്ങളും പ്രയാസങ്ങളും കാരുണ്യവാനായ, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന കണ്ടനാടിയോട്, നമ്മുടെ കണ്ടനാടിയേക്കാളും അടുത്ത് കിടക്കുന്ന റബ്ബിനോട് തുറന്നു പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അതിലൂടെ ലഭിക്കുന്ന വല്ലാത്ത ഒരു ആശ്വാസം. അതോടുകൂടി തൻ്റെ മനസ്സിൻ്റെ ഭാരം ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത, അനുഭൂതി. അത് റബ്ബ് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. സൂറത്തുൽ ഗാഫിറിൽ 60-ാമത്തെ വാക്യം പലവരും നമ്മൾ കേട്ടതാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാതെ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ നിന്ദ്യരായി കൊണ്ട് അള്ളാഹുവിൻ്റെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതേപോലെ സൂറ അൻആമിലെ 40-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഖുൽ അറഅയ്തകും ഇൻ ആതാകും അദാബുല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ അദാബ്, ശിക്ഷ വന്നെത്തിയാൽ, അല്ലെങ്കിൽ അന്ത്യനാളാണ് വരുന്നത് എങ്കിൽ, ആ ഒരു സന്ദർഭത്തിൽ ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരോട് വല്ലവരോടുമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആശ്വാസം കിട്ടാനാണ്? നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളോട്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ വ്യക്തികളോട്, അതല്ലെങ്കിൽ ചില വസ്തുക്കളോട്, അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത്? നേരെ മറിച്ച് നിങ്ങളുടെ തന്നെ സൃഷ്ടാവായ നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും വേദനകളും
നീറലുകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആ നാഥന്റെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിലൂടെയല്ലേ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നുള്ളത് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ യസ്അലന്ന ഇബാദി ഗൈരി, ഖുദ്സിയായ ഒരു വചനം അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറയാണ്, എൻ്റെ അടിമ എന്നോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കരുത്. മൻ യദൂനി അസ്തജിബ് ല, അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. മൻ യസ്അലുനി ഉഅതീഹി, അവർ എന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ എന്താണോ അവർ ആവശ്യപ്പെട്ടത് അത് അവർക്ക് ഞാൻ നൽകും. മൻ യസ്തഗ്ഫിർനി അഗ്ഫിർ ല, ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ പാപത്തിന് ഞാൻ അവർക്ക് മോചനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് അവർ എന്നോട് ചോദിക്കട്ടെ, ഞാനാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നത് എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രവാചകനോട് പറഞ്ഞതായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്നും എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അള്ളാഹുവും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നതോട് കൂടെ തന്നെ എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അരുതാത്ത പ്രാർത്ഥനകൾ, പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത ചില പ്രാർത്ഥനകൾ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൻ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദൂ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഖദമിക്കും, നിങ്ങളുടെ ഭൃത്യർ വേലക്കാർക്കെതിരെയും പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, നിങ്ങളുടെ തന്നെ സമ്പത്തിനെതിരെയും പ്രാർത്ഥിക്കരുത്. 4 കാര്യങ്ങളാണ് ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ശേഷം പറയുന്നു, ലാ തുവാഫിഖു മിനല്ലാഹി തബാറക വതആല സാഅത നൈലിൻ ഫിഹാ അതാഇ ഫൽയസ്തജീബ ലക്കും. ഒരു പക്ഷേ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ആ സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അത് അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായാലും ശരി, എതിരായാലും ശരി, നിങ്ങളുടെ സമ്പത്തിന് അനുകൂലമായാലും ശരി, എതിരായാലും ശരി, നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായാലും ശരി, എതിരായാലും ശരി, നിങ്ങളുടെ ഭൃത്യന്മാർക്ക്, വേലക്കാർക്ക് അനുകൂലമായാലും ശരി, എതിരായാലും ശരി, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന ചില സമയങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അള്ളാഹു സ്വീകരിക്കാം. അത് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ഇഖ്ലാസും നമ്മുടെ നിയ്യത്തിന്റെ കനവും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്, മാനസികാവസ്ഥകളാണ് മനുഷ്യനുണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മൾ വെറുതെ ചിലത് പറയും, അതായിരിക്കും അള്ളാഹു സ്വീകരിക്കുക. നമുക്കറിയില്ല ഏത് പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, ഏത് സ്വീകരിക്കുകയില്ല എന്നുള്ളത്. അതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെയോ, നിങ്ങളുടെ മക്കൾക്കെതിരെയോ, നിങ്ങളുടെ ഭൃത്യന്മാർക്കെതിരെയോ, നിങ്ങളുടെ സമ്പത്തിനെതിരെയോ പ്രാർത്ഥിക്കരുത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, ആരെങ്കിലും സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കുമോ? നമുക്കെതിരെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, ലാ തദഊ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഖൈറായ കാര്യമല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഫഇന്നൽ മലായിക യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, കാരണം മലക്കുകൾ, മാലാഖമാർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയും. ആ ആമീൻ
അള്ളാഹു സ്വീകരിക്കും. കാരണം മാലാഖമാർ, മലായിക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഒരു എതിരും പ്രവർത്തിക്കാത്ത പ്രത്യേകമായ ജീവിവർഗമാണ്. അള്ളാഹു കൽപ്പിച്ചതെന്തോ യഫ്അലൂനമായ ഉമറുൻ, എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതാണ് അവർ ചെയ്യുക. അപ്പോ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷി നിൽക്കുന്ന മലക്കുകൾ ആമീൻ യാ റബ്ബ്, അള്ളാഹു നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് സ്വീകരിക്കും. അപ്പൊ അത് അനുകൂലാണോ എതിരാണോ എന്നൊന്നും അവിടെ പരിഗണിക്കപ്പെടുകയില്ല. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ള ഈ ഹദീസിലൂടെയും പഠിപ്പിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സന്ദർശിച്ചു. അദ്ദേഹം വളരെ നഹീഫാണ്, ദുർബലനാണ്, മെലിഞ്ഞൊട്ടി, എല്ലും കോലുമായി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അദ്ദേഹമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയ്പ്പ് കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹു, അല്ല സഹോദര, താങ്കൾ അള്ളാഹുവോട് എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? പ്രത്യേകമായി വല്ലതും പ്രാർത്ഥിക്കാറുണ്ടോ? റസൂലുള്ളാഹിയുടെ ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി, നഅം കുന്തു അഖൂലു അല്ലാഹുമ്മ മാ കുൻത മുആകിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ്ദുനിയ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ വെച്ച് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എനിക്ക് പരലോകത്തെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ, അങ്ങനെ വല്ല തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാഥ നീ അത് പരലോകത്തേക്ക് ബാക്കി വെക്കല്ലേ, ഇവിടുന്ന് തന്നെ എന്നെ അങ്ങോട്ട് ശിക്ഷിക്കണേ. ഞാൻ ഇവിടുന്ന് ചെയ്ത തെറ്റ്, മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ പടച്ചോനെ പരലോകത്തേക്ക് വെക്കല്ലേ. നോക്കണം നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ടുള്ള ദുആയാണത്, പരലോകത്തെ കുറിച്ചുള്ള ബേജാറ് കൊണ്ടുള്ള ദുആയാണത്, പേടി കൊണ്ടുള്ള ദുആയാണത്, അല്ലാതെ ധിക്കാരമോ അഹങ്കാരമോ ഒന്നുമല്ല. അങ്ങനെ പരലോകത്തിന്റെ ശിക്ഷിക്കല്ല റബ്ബേ, വല്ലതുണ്ടെങ്കിൽ ഇവിടെ തന്നെ തന്ന് തീർക്കണേന്ന്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹിക്ക് ആ പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന അല്ല അത്. അങ്ങനെ റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, അഫലാ ഖുൽത അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സഹോദര, താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് ഖൈറ് തരണേ, പരലോകത്തും എനിക്ക് ഖൈറ് തരണേ എന്ന് താങ്കൾക്ക്, പരലോകത്ത് എനിക്ക് ഖൈറ് തരണേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നല്ലേ താങ്കൾ പറയേണ്ടത്? അങ്ങനെ താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണമായിട്ട് പിന്നീട് പറയുകയാണ്. കാരണം ദുനിയാവിൽ വെച്ചൊരു മനുഷ്യൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവിടെ വെച്ച് അള്ളാഹുവിന് ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ബാക്കിയാവില്ല. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളെ നാട്ടില് ചില തെറ്റുകൾക്ക് 20 വർഷത്തെ തടവ്, 60 വർഷത്തെ തടവ്, ആജീവനാന്ത തടവ്, ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് വിധിക്കാറുണ്ട്. എങ്ങനെയാ ഇരട്ട ജീവപര്യന്തമൊക്കെ മനുഷ്യന് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ഒരു ജീവൻ തീരുന്നത് വരെയല്ലേ ഉള്ളൂ ഭൗതിക കോടതിക്ക് കൊടുക്കാൻ പറ്റുക. ഈ മനുഷ്യൻ ഇവിടെ വെച്ച് ചെയ്യുന്ന കൊച്ചു തെറ്റുകൾക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ അള്ളാഹുമായി ചെയ്യുന്ന പാപങ്ങൾക്ക് പകരമായിട്ട് അള്ളാഹ് ഇവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴോ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാവും. ഒറ്റ മനുഷ്യനെ ഈ ഭൂമുഖത്ത് ബാക്കിയാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവനവനെതിരെ തന്നെയുള്ള പ്രാർത്ഥന. ഇങ്ങനെ നമ്മൾ ഈ വേർഡ് വെച്ചിട്ട്, ഈ ഒരു പദം വെച്ചിട്ട് നമ്മളൊന്നും പറയാറില്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ മക്കള് കേൾക്കെ, ഭാര്യ കേൾക്കെ, അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കെ, കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ കേൾക്കെ, ഉമ്മ കേൾക്കെ, ഉപ്പ കേൾക്കെ, അവര് കേൾക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ പറഞ്ഞത്, പടച്ചോന ഇറ്റങ്ങളടിയിൽ കുടുങ്ങിയല്ലോ, ഇന്നയൊന്ന് അങ്ങോട്ട് എടുത്തളറപ്പേ, ഇന്ന ഈ ഇടങ്ങേറുന്നൊന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഷ ഉപയോഗിക്കാം. ആരോടാ പറയുന്നത്? റബ്ബിനോട്. എന്തിന്റെ പേരില? ഒരു പക്ഷെ മക്കൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയതിന്, അല്ലെങ്കിൽ ഉപ്പയായിട്ട് എന്തോ ഒരു കശപിശുണ്ടായതിന്, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായതിന്, അതിന് ഭാര്യ പറയും ഇറ്റങ്ങളടിയിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പദപ്രയോഗം, അതൊക്കെ പ്രാർത്ഥനയാണ്.
അള്ളാനെ വിളിച്ചിട്ടാ പറയാം, അള്ളാഹ് ഒന്ന് ഇവരടിയിൽ നിന്ന് ഒന്ന് കഴിച്ചാക്ക്. എന്തായാലും അർത്ഥം പെട്ടെന്ന് നിന്റെ വിഷയത്തിൽ തീരുമാനമാക്കുക. അള്ളാഹ് തീരുമാനാക്കിയാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ് എങ്കിൽ എന്താ സംഭവിക്കുക? ആ പ്രാർത്ഥന ഒന്ന് സ്വീകരിക്കും. അയാളുടെ കാര്യം തീരുമാനം അള്ളാഹ് ആക്കി എങ്ങനെയാന്നുള്ളത് നമുക്കറിയാം. അള്ളാഹ് ഉദ്ദേശിച്ച രീതിയുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. ഹദീസിൽ ഒന്നാമത് പറഞ്ഞ കാര്യം. രണ്ടാമത് റസൂൽ പഠിപ്പിച്ചത്, വലാ തദഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അവനവന്റെ മക്കൾക്കെതിരെ തന്നെ പ്രാർത്ഥിക്കുക. ഒരാളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അവനവന്റെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. മക്കൾ എന്ന് പറഞ്ഞാല് ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വലിയൊരു അലങ്കാരമാണ്. നമുക്കറിയാം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ അള്ളാഹ് നൽകിയിരിക്കുന്ന ഒരു എന്താ പറയുക, അതിന്റെ ഒരു അനുഭൂതിയാണ്, അതിന്റെ ഒരു അലങ്കാരമാണ്, അതിന്റെ ഒരു സൗന്ദര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. അപ്പോ ആ മക്കൾക്ക് നന്മ വരാനാണ് അള്ളാഹു പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ, പടച്ചവനെ ഭാര്യമാരിലൂടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റുകയും ചെയ്യണം എന്ന് ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം, സലാത്തു ദഅവാത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾ, ഉത്തരം കിട്ടുന്ന 3 പ്രാർത്ഥനകൾ. ലാ ശക്ക ഫീഹിന, ഉത്തരം കിട്ടുമോ എന്നുള്ള വിഷയത്തിൽ സംശയമല്ല, അത്ര ഉറപ്പുള്ള ഗ്യാരണ്ടി പറയാണ് റസൂലുള്ളാഹി. അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം തരുന്ന 3 പ്രാർത്ഥന. അതിൽ ഒന്ന് ദഅവത്തുൽ വാലിദ്, വാലിദിന്റെ പ്രാർത്ഥന, ഉപ്പാന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പ്രാർത്ഥന, ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. വദഅവത്തുൽ മുസാഫിർ, രണ്ടാമത്തേത് യാത്രക്കാരന്റെ പ്രാർത്ഥന. മൂന്നാമത്തേത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി, യാത്രക്കാരന്റെ പ്രാർത്ഥന എന്ത് വിഷയത്തിലും ആവാം, യാത്രക്കാരന്റെ പ്രാർത്ഥന. മൂന്നാമത്തേത് മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. നമ്മൾ ഏതെങ്കിലും ഒരാൾ ആക്രമിച്ചു, എന്തോ അവനോടൊരു ക്രൂരത കാണിച്ചു, എന്തു ആവാം, ഏത് നിലക്കും, അയാള് മനസ്സ് പൊട്ടിയിട്ട് അങ്ങോട്ട് തേങ്ങി പടച്ചവനോട്, അയൽപ്പക്കത്തുള്ള ഒരു സാധുവിനോട്, അല്ലെങ്കിൽ സ്വന്തം മകനോട് മകളോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, ഇങ്ങോട്ട് ഉപ്പയോട് ഉമ്മയോട്, ആരോടും ആവാം, ഒരതിക്രമം കാണിച്ചു, അയാൾ പടച്ചവനെ തേടിയാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ജുറൈജ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, ഒരു വ്യക്തിയുടെ, ഒരു പണ്ഡിതന്റെ കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് ധ്യാനത്തിൽ അള്ളാഹുവിനെ ആരാധിച്ച് ഇങ്ങനെ ഇരിക്കുക ചെയ്യാം, അള്ളാഹുവുമായിട്ടുള്ള ആരാധനയിൽ ഒഴിഞ്ഞിരിക്കും. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ ചെന്നപ്പോ അദ്ദേഹം നമസ്കാരത്തിലാണ്. അപ്പൊ ഉമ്മ അദ്ദേഹത്തെ പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു, ജുറൈജ്, അദ്ദേഹത്തിന്റെ സംസാരം, യാ റബ്ബി, അദ്ദേഹം മനസ്സിലാലോചിക്കാണ്, യാ റബ്ബി ഉമ്മി വസലാത്തി, ഞാൻ പ്രാർത്ഥനയിലാണല്ലോ, ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാ? അവസാനം അയാൾ പ്രാർത്ഥന തുടരാൻ തീരുമാനിച്ചു. ഉമ്മ തിരിച്ചുപോയി. അത്രയും വലിയ ധ്യാനത്തിലാണ്, പ്രാർത്ഥനയിലാണ്. രണ്ടാമതൊരിക്കൽ ഉമ്മ വീണ്ടും വന്നു, അപ്പോഴും ജുറൈജ് പ്രാർത്ഥനയിലാണ്. ജുറൈജിനെ വിളിച്ച് ജുറൈജ് ആലോചിച്ചു, യാ റബ്ബി ഉമ്മി വസലാത്തി, ഉമ്മ വന്നിണല്ലോ, ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാണല്ലോ, ഞാൻ പ്രാർത്ഥന തുടർന്നു. മൂന്നാമതും അങ്ങനെ ചെയ്തപ്പോ ഉമ്മ ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്, അല്ലാഹുവേ വേശ്യകളായ മോശപ്പെട്ട സ്ത്രീകളെ കാണാതെ അവനെ നീ മരിപ്പിക്കരുത് എന്ന് ജുറൈജിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു. ജുറൈജ് എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനായ, ദീനുള്ള തക്കമുള്ള ഒരു മനുഷ്യനാണ്, ആര്യമായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഉമ്മാന്റെ പ്രാർത്ഥന അദ്ദേഹത്തിനെതിരെ സംഭവിച്ചപ്പോൾ അവസാനം ഉണ്ടായത് എന്താണ്? അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നാട്ടിലൊക്കെ ചർച്ചയായി. അപ്പൊ ഈ ചർച്ച കേട്ടപ്പോ ആ നാട്ടിലുള്ള ഒരു സ്ത്രീ, ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ, സുന്ദരിയായ സ്ത്രീ പറഞ്ഞു, അവനെ ഞാൻ തെറ്റിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവള് അവന്റെ അടുക്കലേക്ക് ചെന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി, പക്ഷെ ജുറൈജ് അതിനൊന്നും വഴങ്ങിയില്ല. അവസാനം ഇവൾ ഒരു ഇടയനുമായി ഇണ ചേർന്ന് ഗർഭിണിയായി പ്രസവിച്ചപ്പോ പറഞ്ഞു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. ആളുകൾ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ടെന്റ് അടിച്ചു പൊളിച്ചു. നീ ഇത്ര മോശപ്പെട്ട ആളാണ്, എന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു പൊളിച്ചു. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, നിന്റെ കുട്ടിയല്ലേ ഇതാണ്. അപ്പൊ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയോട് ജുറൈജ് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ പിതാവ്?
ഇതൊരു പഠിപ്പിക്കുകയാണ്. ആരാണ് നിന്റെ പിതാവ് എന്ന് ചോദിച്ചു. ആ കുട്ടി 3 കുട്ടികളാണ് തൊട്ടിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞ് റസൂൽ പറഞ്ഞ സംഭവമാണിത്. അതിൽ ഒന്ന് ഇതാണ്. ആ കുട്ടി പറഞ്ഞു ഇടയനാണ്. അതോടുകൂടി അദ്ദേഹം രക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ ടെന്റ് അവർ വേറെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത ചരിത്രം മറ്റൊരു സംഭവം. ഇവിടെ പറയുന്നത് ഉമ്മ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് ഇത്രയും തെക്വയുണ്ടായിരുന്ന ജുറൈജിന് പോലും ദുനിയാവിൽ വെച്ച് കിട്ടിയ സംഭവം, ദുനിയാവിൽ വെച്ച് കിട്ടിയ ഒരു ശിക്ഷ, ഒരു പ്രയാസം പറയാനാണ് പണ്ഡിതന്മാർ ഈ സംഭവം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്കെതിരെ നമ്മൾ പറയുന്ന എന്തെങ്കിലും, ഇപ്പൊ മക്കൾ കുരുത്തക്കേട് കാണിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ഉടനെ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് പടച്ചോനെ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ രീതിയിൽ മക്കൾക്കെതിരെ പറയും. ഇറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക റബ്ബേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ചിന്ത, തൽക്കാലത്തെ ഒരു ഇമോഷൻ, ഒരു ദേഷ്യത്തിൽ ചിലപ്പോ നമ്മൾ പറയുന്നതായിരിക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി കൃത്യമായി പഠിപ്പിക്കുകയാണ്. മൂന്നാമത് റസൂൽ പറഞ്ഞത് ഭൃത്യന്മാർക്കെതിരെ വലാത്തതും അലാ ഖദമിക്കും, നിങ്ങളുടെ വേലക്കാർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങളുടെ വേലക്കാർക്കെതിരെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വേലക്കാരോട്, കൂലിക്കാരോട് വളരെ സൗമ്യമായി, മൃദുലമായി ഇടപെടണമെന്നാണ് റസൂൽ പഠിച്ചത്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, ജോലി ചെയ്തവന് വിയർപ്പ് വറ്റുന്നതിന് മുൻപ് കൂലി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 കൊല്ലം സേവനം ചെയ്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ട് എന്തിനേ ചെയ്തത് എന്നോ, ചെയ്യാത്തൊരു കാര്യം എന്തേ ചെയ്യാഞ്ഞതെന്നോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഉഫിൻ ചേ എന്നൊരു വാക്ക് പോലും റസൂലുള്ളാഹി എന്നോട് ഒരിക്കലും പറഞ്ഞില്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് ഒരു പണിക്കാരനെ വിളിച്ചാൽ അവനോട് എത്ര പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാം. അവർക്കെതിരെ പ്രാർത്ഥിക്കാനല്ല, അവരെ സപ്പോർട്ട് ചെയ്യുവാനാണ്, അവരെ സഹായിക്കുവാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നത്. നാലാമത് വലാ തദൂ അലാ അംവാലിക്കും, നമ്മുടെ സമ്പത്തിനെതിരെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ സമ്പത്തിനെതിരെ, നമ്മുടെ ധനത്തിനെതിരെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. ചിലപ്പോ കുടുംബത്തിലൊക്കെ സമ്പത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടാവാറുണ്ട്. അപ്പൊ ചിലപ്പോ ചിലരൊക്കെ പറയും, ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തല്ലൂടേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ചില ഉപ്പാരും ചില ഉമ്മാരും ചില അമ്മമാരും കുടുംബത്തിൽ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. നമുക്കറിയാം എന്താണല്ലോ, ബാക്കി വിശദീകരിക്കേണ്ടില്ല. അത്തരം സംസാരങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം തരുന്നവനും അള്ളയാണ്, എടുക്കണവനും അള്ളയാണ്. അള്ള തന്നത് എടുക്കാൻ അള്ളാക്ക് നമുക്കറിയാം. അനുഭവങ്ങൾ എമ്പാടും നമ്മളെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. എമ്പാടും തന്നതിനെ എടുക്കാൻ അള്ളാഹ്ക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സമയമോ മതിയാവും. അതുകൊണ്ട് സമ്പത്തിനെതിരെയും പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥന അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായ ഒരു ആരാധനയാണ്. അത് അള്ളാഹുവോട് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ, ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 4 കാര്യങ്ങൾ. ഒന്ന്, നമുക്കെതിരെ പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തെ, നമ്മുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. മൂന്നാമത്തേത്, നമ്മുടെ ഭൃത്യന്മാർക്കെതിരെ പ്രാർത്ഥിക്കരുത്. നാലാമത്തേത്, നമ്മുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. അള്ളാഹുവോട് നാം നിർവഹിക്കേണ്ട യഥാർത്ഥ പ്രാർത്ഥനകൾ, പോസിറ്റീവായ നല്ല പ്രാർത്ഥനകൾ നിർവഹിക്കുക. ദുനിയാവിലും പരലോകത്തും മനസ്സമാധാനത്തോടും ജീവിക്കുവാനും പരലോകത്ത് രക്ഷപ്പെടുവാനുമുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ലസീദുൽ ഗഫാർ والصلاة والسلام على من أرسله الله كافة للناس بالتبشير والإنذار وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض ما تعاقبت الظلمات والأنوار. أما بعد فقل വിശ്വാസികൾ ശൈഖിൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു പുതിയ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിലേക്ക് കടക്കുന്ന ആഴ്ചയിലാണ് നമ്മളുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് ഏത് രാജ്യക്കാരായിരുന്നാലും ആ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഇസ്ലാം തന്നെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട മണ്ണായിരുന്നു മക്കയുടെ മണ്ണ്. വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മക്ക വിട്ട് പോവേണ്ടി വന്നപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണ്ണിനോടുള്ള ആ ഇഷ്ടം, തന്റെ മഹബ്ബത്ത് കാണിച്ചുകൊണ്ടാണ് മക്ക വിട്ടു പോയത്. വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹി വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹി അസ്സ വജല്ല വലൗലാ അന്നി ഉഖരിജ്തു മിൻകി മാ ഖറജ്തു. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മണ്ണാണ് മക്കേ, നിന്റെ മണ്ണ്. പക്ഷേ
ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട്, നിർബന്ധിതാവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നാട് വിട്ടു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഒരു പിടി മണ്ണ് വാരി അതിനോട് സംസാരിച്ചു കൊണ്ടാണ് റസൂലുള്ളാഹി പോയത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇവിടെ നാം ജീവിക്കുന്ന രാജ്യത്ത് നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നട്ടെല്ല് നിവർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള തന്റേടം ഒരു മുസൽമാൻ ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മുടെ നട്ടെല്ല് ആരുടെയും അമ്മിക്ക് ചുവട്ടിൽ കൊണ്ടുപോയി പണയപ്പെടുത്തേണ്ടവനല്ല വിശ്വാസി. ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കേണ്ടവനുമല്ല വിശ്വാസി. നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിന് വേണ്ടി രക്തവും അതേപോലെ തന്നെ ജീവനും നൽകിയ പൂർവികരാണ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത്. അവരൊരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ രാജ്യത്തിന്റെ ശത്രുക്കളുടെ ചെരുപ്പിന്റെ മണ്ണ് കളഞ്ഞുകൊണ്ട് അതിന് ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വാല് മടക്കി വെച്ചവരായിരുന്നില്ല നമ്മുടെ പൂർവികർ. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാനുള്ള അർഹത നമുക്കുണ്ട്. പക്ഷെ അതോടൊപ്പം ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാപരമായ മാർഗത്തിലൂടെ ആയിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. രാജ്യത്ത് നമ്മൾ മുന്നോട്ട് ഒരിക്കലും അതിന് രാജ്യവിരുദ്ധമായ രാഷ്ട്രവിരുദ്ധമായ ഒരു നീക്കം, ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തന്നെ നമുക്കത് അനുവാദമില്ല. ആ നിലക്ക് രാജ്യസ്നേഹിയായി ജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അവകാശങ്ങളും നമുക്കുള്ള ഹക്കുകളും അനുഭവിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യസ്നേഹിയായി മാറുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ സുഖവും സമാധാനവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ